ആറ്റംബർഗിൻ്റെ BLDC വാൾ ഫാന് ഒന്ന് പണിമുടക്കി. 2 വർഷത്തെ വാറണ്ടി കഴിഞ്ഞതിന് ശേഷമാണ് കംപ്ലൈൻ്റ് ആയത്. സർവീസൊക്കെ വളരെ ഫാസ്റ്റാണ്. കംപ്ലൈൻറ്റ് ചെയ്ത് അന്ന് തന്നെ ടെക്നീഷ്യൻ എത്തി. കാര്യം കറണ്ട് ബില്ലിൽ കുറവുണ്ടെങ്കിലും BLDC ഫാനുകൾ വാറണ്ടി കഴിഞ്ഞതിന് ശേഷം കംപ്ലൈൻ്റ് ആയാൽ സർവീസ് ചാർജും സ്പെയറിൻ്റെ വിലയും കൂടി കൂട്ടുമ്പോൾ കുറച്ചൊരു എമൗണ്ട് ആവും. ഇതിൻ്റെ തന്നെ ബോർഡിനാണെങ്കിൽ 750 റുപ്യയും മോട്ടറിനാണ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മോട്ടർ റീപ്ലേസ് ചെയ്യാൻ ഒരു 1200 റുപ്യയും പിന്നെ പ്ലസ് സർവീസ് ചാർജ് ഒരു 250 റുപ്യാണ് വരുന്നത്. അപ്പോൾ മോട്ടർ കംപ്ലൈൻ്റ് ആയാൽ ഏകദേശം ഒരു 1400 റുപ്യ എമൗണ്ട് വരും. അത്രയ്ക്ക് എമൗണ്ട് സർവീസ് ചാർജ് ആവുന്നുണ്ടെങ്കിൽ ഒരു 1500 റുപ്യ കമ്പനിക്ക് അടിച്ചാൽ പുതിയ പീസ് റീപ്ലേസ്മെൻ്റ് ആയിട്ട് തരുന്നതാണ്. അതും വിത്ത് വാറൻറ്റിയോട് കൂടി, പുതിയ വാറൻറ്റിയോട് കൂടി. ചെക്ക് ചെയ്തപ്പോൾ മോട്ടറിന് പ്രശ്നമൊന്നുമില്ല, പൊടിയും ചിലന്തി വലയും കൂടിയാണ്ട് ജാമായതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സർവീസ് ചാർജ് മാത്രമേ ആവുള്ളൂ. എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ മെറ്റൽ പാർട്ടുകളും ഗ്രൗണ്ട് ചെയ്യണമെന്നാണ് ഇൻസ്പെക്ടറേറ്റിൻ്റെ റൂള്. സീലിംഗ് ഫാനൊന്നും കൈകൊണ്ട് തൊടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് പൊതുവെ ഫേസ് ന്യൂട്രൽ മാത്രമേ സീലിംഗ് ഫാനിന് പോയിൻ്റ് ഇടാറുള്ളൂ. ഇപ്പോഴത്തെ പുതിയ BLDC ഫാനുകൾക്കൊക്കെ സർജ് പ്രൊട്ടക്ഷനും വേണ്ടി കമ്പനി തന്നെ എർത്ത് കണക്ഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശേഷം പുതിയ ഫാനുകളിൽ കംപ്ലൈൻറ്റും കുറവാണെന്നാണ് ടെക്നീഷ്യനും പറയുന്നത്. അപ്പോൾ എർത്ത് കണക്ഷൻ ഇടാത്തവരുണ്ടെങ്കിൽ സീലിംഗ് ഫാനിൻ്റെ പോയിൻറ്റിനൊക്കെ ഇനി പുതിയ വയറിങ് ചെയ്യുമ്പോൾ എർത്ത് കണക്ഷനും കൂടി വലിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കറണ്ട് ബില്ലിൽ 100 റുപ്യ ലാഭിക്കുമ്പോൾ സർവീസ് ചാർജായിട്ട് 500-1000 കയ്യിൽ നിന്ന് പോകും.